കണ്ട വല്ലതും കാണണ്ട. ഭഗവാന്റെ കയ്യിൽ തോക്കണ്ട. അവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല. എടാ നീറാശാനും മാധവേട്ടനും ഞാൻ കണ്ടില്ല. സ്ഥലത്തെ പ്രധാനികൾ രണ്ടുപേരും ഉണ്ടല്ലോ. ഇന്നെന്താ നീറേ, പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടല്ലേ മേനോൻ സാറേ? നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. പറയുന്നത് ശരിയല്ലെന്ന് അറിയാൻ മേനോൻ സാറേ. എന്നാലും ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം പോലും. കൊണ്ടുപോടാ അവനെ. നാട്ടുകാർ ഈ വക സമ്പ്രദായത്തിൽ ഒരു മാറ്റൂല അല്ലേ? ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. ബോംബെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടി ഉണ്ട്. എല്ലാറ്റിന്റെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളേടാ? എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്കുക വേണ്ടത്. നിർത്തണോ? കുറെ നേരമല്ല മേനോനെ. ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടവുകാരുടെ നാക്ക. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവപ്പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂട്ടിയ തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താൽ പ്രശ്നമില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം. ഗോച അയച്ചു വിടറോ. അല്ലടിയം പറഞ്ഞത് ചെയ്താ മതി. അയച്ചു വിടറോ. അതാ രണ്ടു കൂട്ടർക്കും നല്ലത്. ഇങ്ങോട്ടിറങ്ങാ. ചെറുക്ക, ഇവനെ പോലുള്ള മരംകേറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞ ശ്രീദേവിയുടെ കല്യാണം. അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാവിനിയ. വെല്ലുവിളിയൊക്കെ കൊള്ളാം, അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. 8ാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നീ വാ. എന്റെ തലവിധി, അല്ലാതെ എന്ത് പറയാനാ? ഒരു തുണിയില്ലാതെ 2 എണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല. പോത്തുപോലെ വളർന്നിട്ടും ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല. അതെങ്ങനെയാ? മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞാൽ അവനോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലിച്ചോ? എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലെ നീ ഒന്നും ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ? നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറന്നിന്റെ മുട്ടലാടാ ഇത്. എന്തോന്നാ വിനയ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ആഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടാ നിനക്ക്. അതിനെന്താ അമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ? ഇത് വല്ല സ്വൈരികേടായല്ലോ. ഇപ്പൊ ഞാനാണല്ലോ നിന്റെ സ്വൈരക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ അയക്കും. അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പമുണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്ന് എനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ 2 പേരും ഉണ്ട്. ധൈര്യമായിട്ട് ഇടാ. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും. അല്ലടാ? പിന്നെ
ഓ ശരിക്കും അറിഞ്ഞിട്ടുണ്ടോടാ? അടിയിലോ ചടിയിച്ചോ എത്ര കാലമായി നീ കിടക്കുന്നു കണ്ടു. കഴിഞ്ഞോടി വേഗം ആവട്ടെ, അവിടെ തുടങ്ങാറായി. വിനയാ ദേവന്മാര് ഒറ്റടിക്കാൻ കാലി. അത്ര ഉള്ളണ ഇതൊക്കെ ഇനി ഇവനെ കാലിയാക്കാം. എടാ വിനെ, നിനക്ക് ഇതെല്ലാം കിട്ടിയത് കേട്ടല്ലോ. ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണൻ പറഞ്ഞത് മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്. എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി താടാ. എടാ നിന്റെ തന്തയ്ക്ക് സ്ത്രീകളെ വീട്ടിൽ നിന്ന് വടക്കം ഭാഗം. കിളത്ത് പോലത്തൂന്ന് പോടാ പുല്ലേ അവിടുന്ന്. രാത്രി പെണ്ണിന്റെ വീട്ടിൽ കയറി എടുത്തോളാടാ നിന്നെ. അവന്റെ അമ്മൂമ്മയുടെ നിക്കറും ചക്കറും. പോലെ ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചൂന്ന് നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. നാലും ചെക്കൻ്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട്. വിനയ, നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു അല്ലടാ? ആ സുമിത്രയുടെ കയ്യില് കത്ത് കൊടുത്തിട്ടുണ്ട്. എടാ രാവണ, ചാടി ഹനുമാൻ ഭഗവാന്റെ മതില കാണണം. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. ഇതേ പേര് പറയുന്നത് കണ്ടില്ലേ? ആ പെയ്യട്ടെന്ന്. ഓ അതോട്ടെ ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണ്ട. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം. എന്നാളൊരാള് ഓട്ടോ ഒക്കെ
ഓരോ മരത്തിലേക്കും വലിഞ്ഞെന്ന് കയറുമ്പോൾ ഉള്ളൊന്ന് പിടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ, പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ, എന്താ പറ്റിയേ? വിനയ പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നേ? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. ഇതറിയാവുന്ന ആരോ ആണ്. ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നവൻ തന്നെയായിരിക്കണം. മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ. സാർ എങ്ങനെയെങ്കിലും എന്നെ ഈ കാശ് കണ്ടുപിടിച്ച് തരണം. ഈ ടോക്കീസിലേക്ക് ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ, നമുക്ക് നോക്കാം. സാറേ, ഇവിടെ അടുത്ത് 2-3 വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി. ഈ സുഗണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയതോടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇതന്വേഷിക്കാനായി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നൊരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ, ഇവരുടെ സംഘത്തില്. എവിടെടാ അവൻ? എടാ, നിന്റെ വരെ ബോംബെ തോന്നവൻ തക്കാൻ കിട്ടിയപ്പോ അവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? പോക്കൃതം പറഞ്ഞോളാം. ഓ, പോക്കരത്തരം കാണിച്ചിട്ട് നാട് വിടുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഗഗനെ പൊക്ക്, എന്നിട്ട് അവനോട് ചോദിക്കും, അപ്പ അറിയാം. വെറുതെ നിന്ന് കാലഴിപ്പിക്കാതെ വാടാ, മൊത്തം കള്ളന്മാരെ. സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. സുഗുണ വാ. പുറത്തുനിന്നുള്ള ആരുടെ ആരാന്നേ ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇനിയാ പണ്ടോരെ തരികട കാണിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല ജീവിതം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്കവിടെ നിൽക്കാൻ തോന്നിയില്ലടാ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആർക്ക് എപ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. വള്ളിയും പുള്ളിയും ഒരിക്കൽ തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേയിരിക്കും. മാധവേട്ടൻ പാവം ആ ടാക്കേസിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല. നിരാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോൾ ആ പടസങ്കടത്തിലാണ്. നമ്മളെല്ലാവരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.